ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജോബ് ഹണ്ടറിന്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട രണ്ട് IT പാർക്കുകളായ നമ്മുടെ കൊച്ചിയിലുള്ള ഇൻഫോ പാർക്ക്, അതേപോലെ കോഴിക്കോടുള്ള സൈബർ പാർക്ക്. ഈ രണ്ട് IT പാർക്കുകളിലെ വിവിധ കമ്പനികളിലായിട്ട് ഇപ്പോൾ ഒരുപാട് വേക്കൻസീസ് അനൗൺസ് ചെയ്ത് വന്നിട്ടുണ്ട്. ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ്ഡ് കാൻഡിഡേറ്റ്സിനും വേക്കൻസീസ് ഉണ്ട്. അത് ടെക്നിക്കൽ മേഖലയിലുമുണ്ട്, നോൺ ടെക്നിക്കൽ, അതായത് വോയിസ് പ്രോസസ്സ്, BPO, അതേപോലെ മറ്റുള്ള മേഖലയിൽ നോൺ ടെക്നിക്കൽ മേഖലയിലും സെയിൽസ് മുതലായ മേഖലകളിലൊക്കെ വേക്കൻസീസ് ഉണ്ട്. അതുകൂടാതെ നമ്മുടെ വാൽക്കാരോ ഗ്രൂപ്പ്, അതേപോലെ ബോബി ചെമ്മണ്ണൂർ ഗ്രൂപ്പ്, നമ്മുടെ മലയാളം മനോരമയിലൊക്കെ ഒരുപാട് വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ അതും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ഏതൊക്കെ കമ്പനികളിലെ ഏതൊക്കെ പൊസിഷനിലാണ് വേക്കൻസീസ് വന്നിട്ടുള്ളത്, എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് മുതലായ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ജോലി ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ വീഡിയോ നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. വീഡിയോ ദയവായി ഫുള്ളായി കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ ഒരു റിക്വസ്റ്റ് കൂടിയുണ്ട്. നിങ്ങളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി നിങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ജോബ് വേക്കൻസീസ്, അപ്ഡേറ്റ്സ്, കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് നിങ്ങൾ ആ ഒരു ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു വേക്കൻസിയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ഏറ്റവും ആദ്യം വന്നിട്ടുള്ള വേക്കൻസി നമ്മുടെ കോഴിക്കോട് ഉള്ള സൈബർ പാർക്കിലാണ്. കോഴിക്കോടുള്ള സൈബർ പാർക്കിൽ ഇപ്പോൾ വിവിധ പൊസിഷനുകളിലായിട്ട് വേക്കൻസീസ് വന്നിട്ടുണ്ട്. ഏറ്റവും ആദ്യത്തെ വേക്കൻസി ആക്സൽ ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയിലാണ്. ഇവിടെ ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനും വേക്കൻസി ഉണ്ട്. ആൻഡ്രോയിഡ് ഡെവലപ്പറിന്റെ വേക്കൻസി ഉണ്ട്. ഫ്രഷേഴ്സിന് അപേക്ഷിക്കാൻ പറ്റുന്ന നല്ലൊരു പൊസിഷനാണ്. അതേപോലെ ആൻഡ്രോയിഡ് ഡെവലപ്പർ ആയിട്ട് ഒരു 2 വർഷമൊക്കെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇതിൽ അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാം, ആൻഡ്രോയിഡ് ഡെവലപ്പർ ഫ്രഷേഴ്സ് ആർ ആൾസോ വെൽക്കം, 6 months to 2 years ആണ് അവർ പറയുന്നത്. അതേപോലെ iOS ഡെവലപ്പറിന്റെ വേക്കൻസി ഉണ്ട്. ഫ്രഷേഴ്സിനൊക്കെ സംബന്ധിച്ച് ഇത് വളരെ നല്ലൊരു അവസരമാണ്. കാരണം ഒരു നല്ലൊരു കമ്പനിയിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ ഡെവലപ്പർ പോസ്റ്റിൽ ഒരു ജോലി ലഭിക്കുകയാണ്. സോ ഈ ഒരു കമ്പനിയിൽ iOS ഡെവലപ്പറിന്റെ വേക്കൻസി ഉണ്ട്. ഫ്രഷേഴ്സ് ആർ ആൾസോ വെൽക്കം എന്ന് പറയുന്നുണ്ട്. 6 months to 2 years ആണ് അവർ പ്രിഫറബിൾ പറയുന്നത്. PHP ലറാവൽ ഡെവലപ്പറിന്റെ വേക്കൻസി ഉണ്ട്. സെയിം തന്നെയാണ്, 6 months to 2 years ഫ്രഷേഴ്സിനും അപേക്ഷിക്കാം എന്നവർ പറയുന്നുണ്ട്. സെയിം കമ്പനിയിൽ തന്നെ നോൺ ടെക്നിക്കൽ മേഖലയായ കസ്റ്റമർ റിലേഷൻ ഓഫീസർ ആ ഒരു പോസ്റ്റിൽ വേക്കൻസി വന്നിട്ടുണ്ട്. ഫ്രഷേഴ്സിനും അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു അവസരമാണ്. അതേപോലെ സമാന മേഖലയിലൊക്കെ ഒരു 6 മാസം മുതൽ 2 വർഷം വരെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള CV hr@axeltechnologies.com എന്നവരുടെ ഒഫീഷ്യൽ ഇമെയിൽ ഐഡിയിലേക്ക് സബ്ജക്ട് ടാഗിൽ ഏത് പൊസിഷനിലേക്കാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ ഒരു പൊസിഷന്റെ പേര് കൂടി മെൻഷൻ ചെയ്ത് ജോബ് ആപ്ലിക്കേഷൻ എന്ന് കൂടി മെൻഷൻ ചെയ്ത് നിങ്ങളുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള CV അയച്ചു കൊടുക്കുക. CV അയച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ കറക്റ്റ് ഫോൺ നമ്പർ, കറക്റ്റ് ഇമെയിൽ ഐ ഡി ഒക്കെ അതിൽ പ്രത്യേകം ആഡ് ചെയ്യണം. ഇനി നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് കടക്കാം. അടുത്ത വേക്കൻസിയും നമ്മുടെ കോഴിക്കോട് സൈബർ പാർക്കിൽ തന്നെയാണ്. കോഴിക്കോട് സൈബർ പാർക്കിലുള്ള ബിപ്രാക്ട് സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് LLP എന്ന് പറയുന്ന കമ്പനിയിൽ ഇപ്പോൾ 2 പൊസിഷനുകളിൽ വേക്കൻസി ഉണ്ട്. ഫ്രഷേഴ്സിനെ അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് വേർഡ് പ്രസ് ഡെവലപ്പർ എന്നുള്ളത്. അതേപോലെ PHP ഡെവലപ്പറിന്റെ വേക്കൻസി ഉണ്ട്. 1 വർഷം മുതൽ 2 വർഷം വരെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ബിടെക് കാൻഡിഡേറ്റ്സിനെയാണ് അവർ പ്രിഫർ ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങളുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള CV അയച്ചു കൊടുത്തിട്ട് തന്നെയാണ് ഈ ഒരു ജോലികളിലേക്കൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. careers@bpract.com എന്നാണ് അവരുടെ ഒഫീഷ്യൽ ഇമെയിൽ ID വരുന്നത്. നമുക്ക് അടുത്ത അവസരത്തിലേക്ക് കടക്കാം. അടുത്ത അവസരവും കോഴിക്കോട് സൈബർ പാർക്കിൽ തന്നെയാണ്. കോഴിക്കോട് സൈബർ പാർക്കിൽ ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ഒരുപാട് വേക്കൻസീസ് വരുന്നുണ്ട്. കാരണം ഒരുപാട് കമ്പനീസ് ഇപ്പോൾ സൈബർ പാർക്കിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് വേക്കൻസീസ് വരുന്നുണ്ട്. അവിടെയുള്ള അബാന ടെക്നോളജി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയിലാണ് അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത്. സോഫ്റ്റ്വെയർ ഡെവലപ്പറിൻ്റെ വേക്കൻസിയാണ്. 3 വർഷമാണ് അവർ ചോദിക്കുന്ന എക്സ്പീരിയൻസ്. ഏതൊക്കെ സ്കിൽസ് ആണ് അവർ വേണ്ടത് എന്ന് അവർ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ ഞാൻ എല്ലാം വായിച്ചു പോകുന്നില്ല. ഈവൻ ഫ്രഷേഴ്സ് ആണെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം എന്ന് പറയുന്നുണ്ട്. ഫ്ലട്ടർ നോളജ് ഉണ്ടെങ്കിൽ പ്രിഫറബിൾ ആണ് എന്നൊക്കെ പറയുന്നുണ്ട്. സോ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പറൊക്കെ ആയിട്ട് നിങ്ങൾക്ക് വർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഈ ഒരു സമാന സ്കിൽ സെറ്റ്സ് ഒക്കെ ഉള്ള ഒരു കാൻഡിഡേറ്റ് ആണെങ്കിൽ, ഈവൻ നിങ്ങളൊരു ഫ്രഷർ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള CV jobs@abana.com.sa എന്നവരുടെ ഒഫീഷ്യൽ ഇമെയിൽ ഐഡിയിലേക്ക് അയച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിലേക്കൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് കടക്കാം.
അടുത്ത വേക്കൻസി അബാക്കസ് മാസ്റ്റർ എന്ന് പറയുന്ന കമ്പനിയിൽ സെയിൽസ് ഹെഡിന്റെ വേക്കൻസിയാണ്. സെയിൽസ് ഹെഡ് പോസ്റ്റ് ആയാലും അവർ മിനിമം 2 വർഷത്തെ എക്സ്പീരിയൻസ് മാത്രമേ ചോദിക്കുന്നുള്ളൂ. ലീഡ് ആൻഡ് മാനേജ് ദ സെയിൽസ് ടീം എന്നാണ് അവർ പറയുന്നത്. മിനിമം 2 years ഓഫ് എക്സ്പീരിയൻസ് റിക്വയർഡ്. നല്ല ഇന്റർപേഴ്സണൽ സ്കിൽസ് വേണം എന്നൊക്കെയാണ് അവർ ആ ഒരു പോസ്റ്റിന് പറയുന്ന മറ്റൊരു ക്വാളിഫിക്കേഷൻ. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ 2 വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, അതിൽ കൂടുതലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. കാരണം സെയിൽസ് ഹെഡ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. സോ അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങളുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള CV hr@visicom.com എന്നവരുടെ ഒഫീഷ്യൽ ഇമെയിൽ ഐഡിയിലേക്ക് അയച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് കടക്കാം. അടുത്ത അവസരം വന്നിട്ടുള്ളത് കോഴിക്കോട് സൈബർ പാർക്കിലുള്ള ഒഡോക്സ് സോഫ്റ്റ് ഹബ് LLP എന്ന് പറയുന്ന കമ്പനിയിലാണ്. ഓഡോ ഡെവലപ്പറിന്റെയും QA അനലിസ്റ്റിന്റെയും വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. ഓഡോ ഡെവലപ്പറിന് 1 വർഷത്തിൽ കൂടുതലുള്ള എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത്. പ്രൊഫിഷ്യന്റ് ഇൻ ഓഡോ ഫംഗ്ഷനാലിറ്റീസ്, സ്കിൽഡ് ഇൻ ടെക്നിക്കൽ ആസ്പെക്ട്സ് ഓഫ് ഓൾ മൊഡ്യൂൾസ്, കേരളൈറ്റ്സിനെയാണ് അവർ പ്രിഫർ ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. സെയിം കമ്പനിയിൽ തന്നെ QA അനലിസ്റ്റിന്റെ വേക്കൻസി ഉണ്ട്. 1.5 വർഷം മുതൽ 2 വർഷം വരെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഓഡോ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആണെന്ന് അവർ പറയുന്നുണ്ട്. ഇവർ ഇമ്മീഡിയറ്റ് ജോയിനേഴ്സിനെയാണ് പ്രിഫർ ചെയ്യുന്നത്. അതേപോലെ കേരള കാൻഡിഡേറ്റ്സിനെയാണ് അവർ അപ്ലൈ ചെയ്യാൻ പറയുന്നത്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങളുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള CV hr@odocsofthub.com എന്നവരുടെ ഒഫീഷ്യൽ ഇമെയിൽ ഐഡിയിലേക്ക് അയച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് കടക്കാം. അടുത്ത വേക്കൻസി ലിമൻസി ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡിലാണ്. നമ്മുടെ കോഴിക്കോട് സൈബർ പാർക്കിൽ തന്നെയാണ് ഈ ഒരു അവസരം വന്നിട്ടുള്ളത്. ഇന്റേൺഷിപ്പ് ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഒരു അവസരം വന്നിട്ടുണ്ട്. അതേപോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖലയിൽ വേക്കൻസി വന്നിട്ടുണ്ട്. ബിസിനസ് ഡെവലപ്മെന്റ് അസോസിയേറ്റ് എന്ന പൊസിഷനിൽ ഇന്റേൺസിന്റെ വേക്കൻസി ഉണ്ട്. ഫ്രഷേഴ്സിനെ അപേക്ഷിക്കാവുന്നതാണ്. ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി മതി എന്നാണ് അവർ പറയുന്നത്. നല്ല എക്സലന്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ് അവർ പറയുന്ന മറ്റൊരു ക്വാളിഫിക്കേഷൻ. ഈ സെയിം കമ്പനിയിൽ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിന്റെ വേക്കൻസി വന്നിട്ടുണ്ട്. ഒരുപാട് കാൻഡിഡേറ്റ്സ് കമന്റ്സിലും അതേപോലെ മുൻപുള്ള വീഡിയോസിലൊക്കെ ചോദിച്ച കാര്യമാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിന്റെ വേക്കൻസി നിങ്ങൾക്ക് ആദ്യത്തെ ഒരു അവസരമാണ്. കാരണം ഈ ഒരു കമ്പനിയിൽ ഒരു അവസരമുണ്ട്. 1 വർഷം മുതൽ 2 വർഷം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അതേപോലെ മേൺ സ്റ്റാക്ക് ഡെവലപ്പറിന്റെ എക്സ്പീരിയൻസ് ഉണ്ട്. 1 to 2 years ഓഫ് എക്സ്പീരിയൻസ് തന്നെയാണ് അവർ ചോദിക്കുന്നത്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങളുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള CV അയച്ചു കൊടുക്കുക. hr@limenzy.com എന്നാണ് അവരുടെ ഒഫീഷ്യൽ ഇമെയിൽ ഐഡി വരുന്നത്. നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് കടക്കാം. അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് നമ്മുടെ ഇൻഫോ പാർക്കിലാണ്. ഇൻഫോ പാർക്കിലുള്ള സ്പാർക്ക് സപ്പോർട്ട് എന്ന് പറയുന്ന കമ്പനിയിൽ ഇപ്പോൾ സീനിയർ ജാവ ഡെവലപ്പറിന്റെ വേക്കൻസി വന്നിട്ടുണ്ട്. കാർണിവൽ ഇൻഫോ പാർക്ക് കൊച്ചിയാണ് വർക്ക് ലൊക്കേഷൻ വരുന്നത്. 3 വർഷത്തെ എക്സ്പീരിയൻസ് 3+ years ആണ് വേണ്ടി ചോദിക്കുന്നത്. വർക്ക് മോഡ് എന്ന് പറയുമ്പോൾ ഓൺ സൈറ്റ് അല്ലെങ്കിൽ ഹൈബ്രിഡ് ആണ്. മാൻഡറ്ററി സ്കിൽസ് ജാവ, കോർ ജാവ, സ്പ്രിംഗ് ബൂട്ട്, ഹിബർനെറ്റ് ഒക്കെയാണ് അവർ പറയുന്നത്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങളുടെ CV അയച്ചു കൊടുത്തിട്ട് വേണം ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. അവരുടെ ഇമെയിൽ ഐഡി വരുന്നത് careers@sparksupport.com എന്നാണ്. സബ്ജക്ട് ടാഗിൽ ഈ ഒരു പൊസിഷന്റെ പേര് കൂടി നിങ്ങൾ മെൻഷൻ ചെയ്യുക. ഇനി നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് കടക്കാം. അടുത്ത അവസരം നമ്മുടെ കൊച്ചി ഇൻഫോ പാർക്കിലുള്ള ട്യൂബേസ് ടെക്നോളജീസ് എന്ന് പറയുന്ന കമ്പനിയിലാണ്. ഒരുപാട് പൊസിഷനുകളിൽ വേക്കൻസീസ് ഉണ്ട്. പ്രോജക്ട് മാനേജർ, പ്രോജക്ട് കോർഡിനേറ്റർ, ഫുൾ സ്റ്റാക്ക് എഞ്ചിനീയർ, AI എഞ്ചിനീയർ, സീനിയർ സിസ്റ്റം എഞ്ചിനീയർ, ജൂനിയർ UI അഥവാ UX ഡിസൈനർ, അസോസിയേറ്റ് സിസ്റ്റം എഞ്ചിനീയർ, അത് ഫ്രഷേഴ്സിനും അപേക്ഷിക്കാവുന്നതാണ്. മാർക്കറ്റിംഗ് മാനേജർ, സീനിയർ ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ്, കോണ്ടന്റ് റൈറ്റർ, അതേപോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഇന്റേണിന്റെ വേക്കൻസിയും ഈ ഒരു കമ്പനിയിലുണ്ട്. 0 to 1 year വരെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ ഒരു QR കോഡ് ഞാൻ സ്ക്രീനിൽ ഇടാം. നിങ്ങൾക്ക് അത് സ്ക്രീൻഷോട്ട് എടുത്ത് സ്കാൻ ചെയ്ത് അപേക്ഷിക്കാവുന്നതാണ്. ഇതാണ് അതിൻ്റെ QR കോഡ് വരുന്നത്. ഇനി അത് ബുദ്ധിമുട്ടുള്ള കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. അതുവഴിയും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് അടുത്ത അവസരത്തിലേക്ക് കിടക്കാം. അടുത്ത അവസരം വന്നിട്ടുള്ളത് ന്യൂ ഏജ് സിസ് എന്ന് പറയുന്ന കമ്പനിയിലാണ്. ലീഡ് ജനറേഷൻ ആൻഡ് ഔട്ട്റീച്ച് എക്സ്പേർട്ടിന്റെ വേക്കൻസിയാണ് അവിടെ വന്നിട്ടുള്ളത്. ഇൻഫോ പാർക്കിലാണ്, നമ്മുടെ കാക്കനാട് കൊച്ചി ഇൻഫോ പാർക്കിലാണ് ഈ ഒരു അവസരം വന്നിട്ടുള്ളത്. 1 to 3 years ആണ് അവർ ചോദിക്കുന്ന എക്സ്പീരിയൻസ്. ഷിഫ്റ്റ് ടൈമിംഗ് 2 മണി മുതൽ 11 മണി വരെയാണ് അവർ പറയുന്ന ഒരു ഷിഫ്റ്റ് ടൈമിംഗ് വരുന്നത്. ലീഡ് ജനറേഷന്, കോൾഡ് കോളിംഗ്, US സെയിൽസ്, ബിസിനസ് ഡെവലപ്മെന്റ് മുതലായ മേഖലയിലൊക്കെയാണ് നിങ്ങൾക്ക് റിക്വയർമെന്റ്സ് വരേണ്ടത്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങളുടെ CV അയച്ചു കൊടുത്തിട്ടാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്. career@newagesisindia.com എന്നാണ് അവരുടെ ഇമെയിൽ ഐഡി വരുന്നത്. അടുത്ത അവസരവും കൊച്ചി ഇൻഫോ പാർക്കിലാണ്. കൊച്ചി ഇൻഫോ പാർക്കിൽ ഡെവലപ്പേഴ്സിന്റെ വേക്കൻസിയാണ് വന്നിട്ടുള്ളത്.
സീനിയർ ജാവ സ്പ്രിംഗ് ഡെവലപ്പേഴ്സ്, സീനിയർ .NET ഡെവലപ്പേഴ്സ്, സീനിയർ PL ഓർ SQL ഡെവലപ്പർ, സീനിയർ QA എഞ്ചിനീയേഴ്സ്, ഒറാക്കിൾ DBA, ലിനക്സ് അഡ്മിനിസ്ട്രേറ്ററിൻ്റെ വേക്കൻസി ഒക്കെയാണ് വന്നിട്ടുള്ളത്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ, കമ്പനിയുടെ പേര് എന്ന് പറയുമ്പോൾ CSC IDC ആണ് വരുന്നത്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങളുടെ CV അയച്ചു കൊടുത്തിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. CV അയച്ചു കൊടുക്കേണ്ട ഇമെയിൽ ID വരുന്നത് jobs@csc.com.sa എന്നാണ്. അടുത്ത അവസരവും സ്പാർക്ക് സപ്പോർട്ട് എന്ന് പറയുന്ന കൊച്ചി ഇൻഫോ പാർക്കിലെ കമ്പനിയിലാണ്. DevOps എഞ്ചിനീയറിന്റെ വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. 3 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത്. ഓൺസൈറ്റ് ഹൈബ്രിഡ് ആണ് വർക്ക് മോഡ് വരുന്നത്. കൊച്ചി ഇൻഫോ പാർക്കാണ് വർക്ക് ലൊക്കേഷൻ. ഡേ നൈറ്റ് റൊട്ടേഷണൽ ഷിഫ്റ്റ് ഒക്കെ വേണ്ടി വരും എന്ന് അവർ പറയുന്നുണ്ട്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ careers@sparksupport.com എന്നവരുടെ ഒഫീഷ്യൽ ഇമെയിൽ IDയിലേക്ക് നിങ്ങളുടെ CV അയച്ചു കൊടുത്തിട്ടാണ് നിങ്ങൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്. ഏതൊരു പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു പൊസിഷന്റെ പേര് കൂടി നിങ്ങൾ മെൻഷൻ ചെയ്യുമെങ്കിൽ നിങ്ങൾക്ക് അവിടെ കോൾ വരാനുള്ള ചാൻസ് കൂടുതലുള്ളൂ. ഇനി നമുക്ക് അടുത്ത അവസരത്തിലേക്ക് കടക്കാം. അടുത്ത അവസരം കൊച്ചി ഇൻഫോ പാർക്കിലുള്ള ന്യൂ HCS എന്ന് പറയുന്ന കമ്പനിയിൽ തന്നെയാണ്. കോണ്ടന്റ് റൈറ്ററിന്റെ വേക്കൻസി ആണുള്ളത്. വർക്ക് ഫ്രം ഓഫീസ് ആണ്. കൊച്ചി ഇൻഫോ പാർക്കാണ് വരുന്നത്. വർക്ക് ലൊക്കേഷൻ വരുന്നത്. ഷിഫ്റ്റ് ടൈമിംഗ് 11 AM to 8 PM ആണ് വരുന്നത്. റിക്വയർമെന്റ്സ് 3+ years of experience in content writing, preferably from tech or IT background ആണ് പറയുന്നത്. Strong understanding of SEO principles, excellent writing, editing and research skills, creative thinking with the ability to generate innovative content ideas എന്നൊക്കെയാണ് പറയുന്നത്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങളുടെ CV അയച്ചു കൊടുക്കുക. career@newhcsindia.com ആണ് ഇമെയിൽ ID വരുന്നത്. പൊസിഷന്റെ പേര് കൂടി മെൻഷൻ ചെയ്യാൻ പ്രത്യേകം നിങ്ങളവിടെ ശ്രദ്ധിക്കുക. അടുത്ത അവസരം മലയാള മനോരമയിലാണ്. ഒരു ഇൻട്രഡക്ഷൻ്റെ ആവശ്യമില്ല. മലയാള മനോരമയിൽ ഇപ്പോൾ എഞ്ചിനീയർ സിസ്റ്റംസ് പൊസിഷനിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. വർക്ക് ലൊക്കേഷൻ വരുന്നത് കോട്ടയമാണ്. ജോബ് പ്രൊഫൈലൊക്കെ അവരിവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ വായിച്ച് നോക്കുക. അതേപോലെ കാൻഡിഡേറ്റ് പ്രൊഫൈൽ നോക്കുമ്പോൾ സ്ട്രോങ് നോളേജ് ഇൻ VMware, സെർവർ അഡ്മിനിസ്ട്രേഷൻ, ഫെമിലിയാരിറ്റി വിത്ത് പബ്ലിക് ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചർ, അതുപോലെ 3 മുതൽ 5 വർഷത്തെ എക്സ്പീരിയൻസ്, ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് വിത്ത് വിൻഡോസ് ആൻഡ് ലിനക്സ് സെർവർ അഡ്മിനിസ്ട്രേഷൻ ഒക്കെയാണ് അവർ പറയുന്നത്. പൈത്തൺ ഹൈ ലെവൽ നോളേജ് ഒക്കെ വേണമെന്നൊക്കെ അവർ പറയുന്നുണ്ട്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക. നിങ്ങളുടെ CV അയച്ചു കൊടുത്തിട്ടാണ് ഇതിന് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. hr@mm.co.in എന്നാണ് അവരുടെ ഇമെയിൽ ID വരുന്നത്. സബ്ജക്ട് ടാഗിൽ എഞ്ചിനീയർ സിസ്റ്റംസ് എന്ന് കൂടി പ്രത്യേകം മെൻഷൻ ചെയ്ത് നിങ്ങളുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള CV അയച്ചു കൊടുത്തിട്ട് വേണം നിങ്ങൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. ഇവരുടെ വർക്ക് ലൊക്കേഷൻ വരുന്നത് മലയാള മനോരമ കോട്ടയം ഓഫീസിലാണ്. അടുത്ത അവസരം വന്നിട്ടുള്ളത് ബോബി ചെമ്മണ്ണൂർ ഗ്രൂപ്പിലാണ്. ബോബി ചെമ്മണ്ണൂർ ഗ്രൂപ്പിന്റെ കോർപ്പറേറ്റ് ഓഫീസിലേക്ക് എക്സിക്യൂട്ടീവ് സെക്രട്ടറി ആൻഡ് പ്രൈവറ്റ് സെക്രട്ടറി, ചെയർമാനിന് വേണ്ട എക്സിക്യൂട്ടീവ് സെക്രട്ടറി, പ്രൈവറ്റ് സെക്രട്ടറി പോസ്റ്റിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. കോർപ്പറേറ്റ് എക്സ്പീരിയൻസ് വേണമെന്നൊക്കെയാണ് അവർ പറയുന്നത്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ആ ഒരു റെലവൻറ്റ് എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ CV അയച്ചു കൊടുത്തിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക. CV അയച്ചു കൊടുക്കേണ്ട അവരുടെ ഇമെയിൽ ID വരുന്നത് hrasst@chemmannur.international.com എന്നാണ്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങളുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള CV ആ ഒരു ഇമെയിൽ IDയിലേക്ക് അയച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. നമുക്ക് അടുത്ത അവസരത്തിലേക്ക് കിടക്കാം. അടുത്ത അവസരം വന്നിട്ടുള്ളത് വാൽക്കാരോ ഗ്രൂപ്പിലാണ്. നമ്മുടെ VKCക്ക് കീഴിലുള്ള ഗ്രൂപ്പാണ് വാൽക്കാരോ എന്ന് പറയുന്നത്. ഒരു അപ്രന്റീസ്ഷിപ്പ് അവസരമാണ് വന്നിട്ടുള്ളത്. BTech കഴിഞ്ഞ കാൻഡിഡേറ്റ്സിനാണ്. ഇതൊരു ഇൻഡസ്ട്രി അവസരമാണ്. അവരുടെ മൈസൂർ ഇൻഡസ്ട്രിയിലേക്കാണ്, ഈ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത്. കാരണം BTech ഒക്കെ കഴിഞ്ഞ ഫ്രഷർ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ സംബന്ധിച്ച് നല്ലൊരു അവസരമാണ്. കാരണം ഇൻഡസ്ട്രിയിലാണ് നിങ്ങൾക്ക് ഇവിടെ എക്സ്പീരിയൻസ് ലഭിക്കുന്നത്. BTech ഏത് സ്ട്രീമിൽ കഴിഞ്ഞവർക്കും അപ്ലൈ ചെയ്യാമെന്ന് അവർ പറയുന്നുണ്ട്. വർക്ക് ലൊക്കേഷൻ മൈസൂരാണ് വരുന്നത്. എക്സ്പീരിയൻസ് ഫ്രഷേഴ്സിനെയാണ് അവർ ഹയർ ചെയ്യുന്നത്. റോള് അപ്രന്റീസ്ഷിപ്പ് ഇൻ ഫുട്വിയർ മാനുഫാക്ചറിങ്. നമുക്കറിയാം വാൽക്കാരോ എന്ന് പറയുന്നത് ഫുട്വിയറിന്റെ ഒരു ബ്രാൻഡാണ്. സോ അപ്രന്റീസ്ഷിപ്പ് ഇൻ ഫുട്വിയർ മാനുഫാക്ചറിങ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. സാലറി വിൽ ബി ഡിസ്ക്ലോസ് ഡ്യൂറിംഗ് ദ ഇന്റർവ്യൂ എന്നാണ് പറയുന്നത്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഈ ഒരു പോസ്റ്റിലൊക്കെ ഇതുപോലുള്ള അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ്ങിലൊക്കെ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക. നിങ്ങളുടെ CV അയച്ചു കൊടുത്തിട്ടാണ് നിങ്ങൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്. നിങ്ങളുടെ CV അയച്ചു കൊടുക്കേണ്ട അവരുടെ HR ഇമെയിൽ ID വരുന്നത് sachin.sk@valcaro.co.in എന്നാണ്. സോ ഇൻട്രസ്റ്റഡ് ആയ കാൻഡിഡേറ്റ്സ് നിങ്ങളുടെ CV അയച്ചു കൊടുത്തിട്ട് വേണം ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. സോ നല്ലൊരു അവസരമാണ്. നമ്മുടെ കേരളത്തിലുള്ള വിവിധ കമ്പനികളിലായിട്ടാണ് ഇത്രയും വേക്കൻസീസ് വന്നിട്ടുള്ളത്. ഒരുപാട് വേക്കൻസീസ് ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ്ഡ് കാൻഡിഡേറ്റ്സിനും വന്നിട്ടുണ്ട്. IT മേഖലയിലും നോൺ IT മേഖലയിലും ഒക്കെ വന്നിട്ടുള്ള വേക്കൻസീസ് ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്.
സോ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ഒക്കെ ആത്മാർത്ഥമായി ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരിലേക്ക് കൂടി നിങ്ങൾ ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ, ഈ ഒരു വേക്കൻസീസ് അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക്